അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സ്റ്റോക്ക് ഐറ്റത്തെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, സ്റ്റോക്ക് ഐറ്റത്തെ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ടാബിൽ നിന്നിട്ട് ഇൻവെൻറ്ററി ഐറ്റംസ് സെലക്ട് ചെയ്യുക. ഒരു ഐറ്റം എഴുതുക. ഞാനിപ്പം 1 എന്ന് പറഞ്ഞിട്ട് ഐറ്റം എടുക്കുന്നത് ഡിസ്ക്രിപ്ഷനാണ്. ടി വി എന്നുള്ള ഡിസ്ക്രിപ്ഷനാണ് ഞാൻ കൊടുക്കുന്നത്. ഒരു ഐറ്റം ക്ലാസ് സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്രൈസ് ലെവൽസ് ഇങ്ങനെ മാറ്റിയിട്ട് ഞാനിപ്പോൾ 12,000 ആണ് കൊടുക്കുന്നത് പ്രൈസ് സൈസ്. ലാസ്റ്റ് മിനിറ്റ് കോസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ 10,000 ആണ് കൊടുക്കുന്നത്. ഐറ്റം ടൈപ്പ് ഉള്ളവർക്ക് മാനുവൽ ആണ്, നമുക്ക് വേണമെങ്കിൽ ആഡ് കൊടുക്കാം. ഞാനിപ്പോൾ ടീമിന് തന്നെയാണ് കൊടുക്കുന്നത്. ലൊക്കേഷൻ നമ്മൾ ഗൗഡോൺ 1 എന്ന് കൊടുക്കാം. അത് നമ്മൾ എൻഒസിന് പിന്നെ വെയിറ്റ് 001. പിന്നെ ജനറൽ ലെഡ്ജർ സെയിൽസ് അക്കൗണ്ട് നമ്മൾ സെയിൽസിനെ സെലക്ട് ചെയ്യുക. ഇൻവെൻറ്ററി അക്കൗണ്ട് അത് നമ്മൾ ഇൻവെൻറ്ററി സെലക്ട് ചെയ്യുക. പിന്നെ കോസ്റ്റ് ഓഫ് സെയിൽസ് അക്കൗണ്ട് അവിടെ നമ്മൾ പർച്ചേസിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഐറ്റം എന്തായിരിക്കും സേവ് ആകില്ല. കാരണം നമ്മളിവിടെ മിനിമം സ്റ്റോക്ക് ഓർഡർ ക്വാണ്ടിറ്റി ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ മിനിമം സ്റ്റോക്കിൻ്റെ എമൗണ്ട് നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഓർഡർ ക്വാണ്ടിറ്റി ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റോക്ക് ഐറ്റത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെൻറ്ററി ഐറ്റംസ് നോക്കുക. അവിടുന്ന് വ്യൂ ആൻഡ് ഇൻവെൻറ്ററി ഐറ്റംസ് നോക്കുക. കണ്ടില്ല, ഞാൻ ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഐറ്റം ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ.